ശബരിമലയിലെ പഴയ കൊടിമരത്തിലെ വാജിവാഹനം കൈമാറിയതുമായി ബന്ധപ്പെട്ടാണ് മുൻ ദേവസ്വം ബോർഡ് അംഗമായിരുന്ന അജയ് തറയിലിന്റെ പ്രതികരണം വന്നത്. കോൺഗ്രസ് UDF ഭരണസമിതിയായിരുന്നു ഇതിനു മുമ്പ് എങ്ങനെയാണ് ആയിരുന്നെങ്കിലും എന്നാ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഇതിനു മുമ്പ് ഉണ്ടായിരുന്നല്ലോ. ഏതായാലും ഈ കസ്റ്റം നിലവിലുണ്ടായിരുന്നല്ലോ. ആ നിലവിലുള്ള കസ്റ്റത്തിന് ഒരു ഡീവിയേഷൻ വരുത്തിയതിനെ കുറിച്ചുള്ള വ്യക്തതയില്ലായ്മ, അത് ഇപ്പോൾ ഈ ഓർഡർ കിട്ടി. ഇപ്പോഴാണ് ഞാൻ ഓർഡർ കണ്ടത്. വേറെ ആരും ഞങ്ങൾ ഈ ഓർഡർ കാണിച്ചിട്ടില്ല. ഡീവിയേഷൻ നടത്തിയതിൽ വ്യക്തതയില്ലായ്മ ഒരുപക്ഷെ ഉണ്ടാകാം. അതുകൊണ്ടായിരിക്കാം അവർ ഞങ്ങളെ ശ്രദ്ധപ്പെടുത്തായിരുന്നത്. ആ സാധനം ദേവസ്വം ബോർഡ് കൊടുക്കാമെന്ന് 3 മാസം മുമ്പ് രാജീവ് കണ്ഠര് പറഞ്ഞതാണ്. 3 മാസം മുമ്പ് അത് വാഹനം കൊടുക്കാമെന്ന് പറഞ്ഞതാണ്. അതിനെ എന്നിട്ട് ദേവസ്വം ബോർഡ് വാങ്ങിയില്ല. എനിക്കറിയില്ല. തന്ത്രി അങ്ങനെ കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തന്ത്രി ദേവസ്വം ബോർഡ് തീരുമാനിച്ചു. അവിടെ തീരുമാനിച്ചു. മകസ് എഴുതി കൊടുത്തു. പ്രസിഡന്റ് ആണ് എന്നോട് സൂചിപ്പിച്ചത് ഇങ്ങനെ ഒരു തീരുമാനം, ഇങ്ങനെ തന്ത്രി ശ്രമിച്ചതുണ്ടെന്ന് പറഞ്ഞു. മറ്റു തന്ത്രിമാർ പറഞ്ഞു. അന്നൊക്കെ ധാരാളം തന്ത്രിമാർ അവിടെ ഈ കൊടിമര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് പെരുമാറുന്നു. എല്ലാവരും പറഞ്ഞു അങ്ങനെയാണ്. തന്ത്രിമാരെല്ലാവരും ഇപ്പോൾ തന്ത്രി സമാജം പറഞ്ഞിരിക്കുന്നത്, ഇന്നത്തെ വാർത്ത കേൾക്കുന്നത് തന്ത്രിക്ക് അവകാശപ്പെട്ടെന്ന് പറഞ്ഞു. അവരങ്ങനെയല്ലേ പറഞ്ഞത്. അങ്ങനെയാണ് കൊടുത്തത്. അതൊരു വലിയൊരു കാര്യമായിട്ട് തോന്നുന്നില്ല. അത് വാങ്ങി വെക്കുക എന്ന് പറയുന്നത് പ്രയാസമുള്ള കാര്യമായിരുന്നില്ല. തന്ത്രിക്ക് കൊടുക്കാതെ അത് വാങ്ങി വെച്ച് അതൊരു പിടിവലിയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ലായിരുന്നു. പക്ഷെ അത് തന്ത്രിക്ക് അവകാശപ്പെട്ടാന്ന് പറഞ്ഞു കൊടുത്തു. പല കാര്യങ്ങളും അങ്ങനെയാണ് ചെയ്യുന്നത് ദേവസ്വങ്ങളിൽ. ആ തന്ത്രി പറഞ്ഞിട്ടുണ്ട്. അതെ, ഈ തന്ത്രിക്കാണെന്ന്. ഇതൊന്നും വലിയ ഡിബേറ്റ് ഉണ്ടായിരുന്നില്ലല്ലോ. ഇത് വാജിവാഹനം തന്ത്രിക്ക് അവകാശപ്പെട്ടാണ്. ഇങ്ങനെ പറഞ്ഞു. ലോകമാണെങ്കിൽ ആചാര്യൻ ആവശ്യപ്പെട്ടാണ്. അവിടെ ആ കൊടിമരം ഉണ്ടാക്കിയ കോൺക്രീറ്റ് കൊടിമരമായിരുന്നു. കൊടിമരം കോൺക്രീറ്റ് ആയിരുന്നു. എനിക്ക് വർഷങ്ങൾക്ക് മുമ്പ് അറിയാവുന്ന ഒരാളാണ് ഞാൻ. ആ കോൺക്രീറ്റ് കൊടിമരം ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആ കൊടിമരം ജീർണിച്ചു എന്ന് ആരെ പറഞ്ഞു? ചെതലടിച്ചു എന്ന് ആര് പറഞ്ഞു? ആരെ ചെതലടിച്ചു എന്ന് പറഞ്ഞത്? ജീർണിച്ചു എന്ന് പറഞ്ഞ ചെതലടിച്ചു എന്നാവൂ? ജീർണിച്ചത് അവിടെ ആ 50 കൊല്ലം പഴക്കമുള്ള ഒരു കോൺക്രീറ്റ് തൂണ് അതേപടി ഇരിക്കുമെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? അതിന്റെ ചുറ്റുപാടും പൊട്ടി വീണ്ടും കീറി പോന്നിട്ടുണ്ട്. അതിന് കമ്പി കാണാമായിരുന്നു. ഞങ്ങളല്ലല്ലോ അവിടെ കൊടിമരം വെക്കാൻ തീരുമാനിക്കുന്നത്. ഞങ്ങളുടെ മുമ്പുള്ള MP ഗോവിന്ദൻ നായരുടെ ബോർഡ് ആ ദേവപ്രശ്നം പഴയ കൊടിമരത്തിലെ വാജിവാഹനം തന്ത്രിക്ക് കൈമാറിയതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ മുൻ ദേവസ്വം ബോർഡ് അംഗമായിരുന്ന അജയ് തറയിൽ കോൺഗ്രസിന്റെ UDFന്റെ പ്രതിനിധിയായിരുന്നു അദ്ദേഹം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.